ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാനും മാലിക്കുമോനും മാറ്റി പിടിച്ച് പോവാൻ കേട്ടോ. ഇവിടെ നമ്മളെ നാട്ടിൽ തന്നെ കരിമീൻ വിളവെടുപ്പുണ്ട്, അപ്പോൾ അത് കാണണം. പിന്നെ പെബുവിൻ്റെ നഴ്സറിയിൽ നിന്ന് നഴ്സറിയിൽ പരിപാടിയാണ്, പെബുവിൻ്റെ ഒക്കെ പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞിപ്പോൾ അപ്പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട്. ഞാൻ വേഗം പോയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ വഴിയെ കാണാം. ഗൈസ്, ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട്, അവിടെ മീനൊക്കെ പിടിക്കുന്നുണ്ട്. നല്ലപോലെ എടുക്ക നമ്മളെ അവിടെ കാത്തുക്കുന്നുണ്ട് ഗൈസ്. ഈ വീഡിയോ കുറച്ചധികം മുന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഗാലറി ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വീഡിയോസൊക്കെ കണ്ണിപ്പെട്ടത്. ഡിലീറ്റ് ചെയ്യാൻ തോന്നിയില്ല എനിക്ക്. അങ്ങനെ നമ്മളെ നാട്ടിലെ ആദ്യത്തെ കരിമീൻ വിളവെടുപ്പാണ് ഇന്ന്. അപ്പോൾ അതേ കരിമീൻ ഫസ്റ്റ് അവർ പിടിച്ചു കൊണ്ടുവന്ന് തൂക്കുകയാണ്. എത്ര കിലോ ഉണ്ട്, എങ്ങനെ ഉണ്ട് എന്നൊക്കെ തൂക്കിയിട്ട് ആരെങ്കിലും വാങ്ങിക്കും. ആ ഒരു തസ്തികയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ആരാ എനിക്ക് വീഡിയോ എടുത്താൽ തന്നെയെന്നുണ്ട് എനിക്കൊരു ഓർമ്മയില്ല. ഒപ്പായിരുന്നു തോന്നുന്നു കേട്ടോ. അങ്ങനെ ഇതേ നമ്മളെ മെമ്പർ അന്ന് റൊബീൻ താത്ത ആയിരുന്നു. അപ്പോൾ റൊബീൻ താത്തയാണ് കൈമാറുന്നതൊക്കെ തൊട്ട ബാക്കിൽ എൻ്റെ ഒപ്പം നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ട് പിന്നത്തെ കാണാനൊന്നും അവിടെ നിന്നില്ല. അവിടെ വിൽപ്പനയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നിന്ന് എടുത്ത് പിടിക്കുക, വിൽക്കുക, അങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ നമ്മളും കണ്ട് പോകുന്നു കേട്ടോ. നമ്മൾ ഇനി സ്കൂളിൽ നമ്മളെ കുഞ്ഞിപ്പ് വന്നിട്ടുണ്ട്. മാലിക്കോ പോവുക. നമ്മളവിടെ എത്തിയപ്പോഴേക്കിനും പരിപാടിയൊക്കെ ഏകദേശം ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആൾക്കാരൊക്കെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഫസ്റ്റിൽ കുറച്ച് പ്രസംഗവും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതായിരുന്നു കേട്ടോ. പിന്നെ ഫസ്റ്റിൽ തന്നെ ഒരു പ്രോഗ്രാം എന്ന് വെച്ചാൽ വെൽക്കം ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു. കുഞ്ഞു കുട്ടികളാണ് കേട്ടോ, നഴ്സറിയിലാണ് പഠിക്കുന്നത്. ഇതാണ് നമ്മൾ പെബൂസിൻ്റെ പരിപാടിയായിരുന്നു. പെബൂസാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് മൂന്നാമത്, രണ്ടാമത്, ഒന്നാമത് എവിടെയൊക്കെ നിൽക്കുന്നത്. അവ മാറി മാറി കളിക്കുന്നുണ്ട്. പെബൂസിനാണെന്നുണ്ടെങ്കിൽ അന്ന് ഒട്ടും വയ്യായിരുന്നു കേട്ടോ, ഭയങ്കര പനിയായിരുന്നു. പക്ഷേ കളിയിലുള്ളതിനെ കൊണ്ട് അതിന് ഒഴിവാക്കാനും പറ്റാത്തൊരു സിറ്റുവേഷനായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഒന്നാമത് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാഞ്ഞത് തന്നെ ഞാൻ ഇതുകൊണ്ടാണ്. കാരണം മോനു കളിക്കുന്നതും ആക്കുന്നതും ഒക്കെ അതൊരു രസമല്ലേ വീഡിയോയിൽ കാണുന്നത് എന്ന് കരുതി ഞാനിതിവിടെ കിടന്നോട്ടെ. അവനായത് പിന്നെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതും വീഡിയോസ് ഇടൽ തുടങ്ങിയതും ഒക്കെ. ചിരിച്ചിരിക്കും മനത്തെ നശത്തെ കുഞ്ഞുങ്ങൾ, മനത്തെ നശത്തെ കുഞ്ഞുങ്ങൾ. ഇങ്ങനെ കുഞ്ഞു മക്കളെ പരിപാടികളെ കണ്ടിരിക്കാൻ ഒരു പ്രത്യേക രസമാണ് അല്ലേ. അവരെ കളികളായാലും അവരെ പാട്ടുകളായാലും ഡാൻസൊക്കെ എന്ന് വെച്ചാൽ പിന്നെ എന്താ പറയുക, മ്യൂസിക്കൊക്കെ ഉള്ളതുകൊണ്ട് കോപ്പിറൈറ്റ് കിട്ടുന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതൊന്നും പാട്ടിടാതെ അവിടെയൊക്കെ എൻ്റെ ചളപ്പള സംസാരം തന്നെ ആക്കുന്നത്. ഒപ്പനയായിരുന്നു. ഈ ഒപ്പന എന്ന് പറയുന്നത് ഞാൻ ചെറുതായിരിക്കുമ്പോൾ പഠിക്കുന്ന സമയത്തും അതൊരു വല്ലാത്തൊരു ഇതായിരുന്നു. കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മളെ കുട്ടികൾ പുതിയ എണ്ണാവുക, പുതിയ ആപ്പിളാവുക, അങ്ങനെ കാണുക, അണിഞ്ഞൊരുങ്ങി കാണുക, അതൊക്കെ വല്ലാത്തൊരു വൈബായിരുന്നു അല്ലേ. ഇപ്പോഴും അതെ കേട്ടോ, കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു ഭയങ്കര സന്തോഷമാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ മക്കൾ മാറ്റുന്നിടത്തും മേക്കപ്പ് ചെയ്യുന്നിടത്തും ഒക്കെ ജസ്റ്റ് വന്നൊന്ന് കണ്ണൊടിച്ചും കണ്ട് വന്നതാണ്. അപ്പോഴേക്കും നമ്മളിവിടെ പരിപാടി കാണാൻ ഒരുപാട് ഉമ്മമാർ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞു മക്കളെ പരിപാടിയല്ലേ, കാണാൻ നല്ല രസമാണല്ലോ. അപ്പോൾ അത് പല ടൈപ്പ് ഓഫ് ഡാൻസ് ആയിരുന്നു, പല രീതിക്ക് നല്ല രസമായിരുന്നു കാണാൻ. നമ്മളെ പെബൂസിൻ്റെ പരിപാടി ആയിരുന്നു കേട്ടോ. പെബൂസ് അവിടെ നിന്ന് ഇങ്ങോട്ട് മൂന്നാമത്തേത്, ഇവിടെ നിന്ന് അങ്ങോട്ട് നാലാമത്തതാണ് പെബൂസ്. അപ്പോൾ പെബൂസിൻ്റെ പരിപാടി ആയിരുന്നു. അടുത്തത് ഒരുപാട് പരിപാടിക്ക് ഉണ്ടായിരുന്നു അവന്. അപ്പം നമ്മളെ മാലിക്കുമോനെ കണ്ടപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായില്ല അവൻ ഇത്രയും സൂക്ഷ്മതയോടെ കണ്ടിരിക്കുന്നു. അത്രയ്ക്ക് അവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കളികൾ. പനിച്ചിട്ട് എൻ്റെ കുട്ടീൻ്റെ കണ്ണും മോറും കാണാൻ വയ്യ. റോസ് പൗഡറും എന്തൊക്കെയാണ് മുഖത്തിട്ടിങ്ങനെ വാവേ.
യോ ഉണ്ടോക്കെ ഇജ്ജ് എത്ര കളി കളിച്ച് 2 കളിയാ ഇനി എത്ര ഉണ്ട് ഇനിണ്ടാ 5 ഉണ്ടാ മൊത്തം എത്ര കളി ഉണ്ട് എനിക്ക് 6 ആ ഇനി എപ്പോഴാണ് മേക്കപ്പ് ആരട്ടെന്ന് താത്ത താത്ത എവിടോ ഉള്ള താത്ത എനിക്ക് മനസ്സിലായിട്ട് അവനൊന്നും എടുത്താ മാളിക ബേബി ഇജ് കാക്കൂന്റെ ഡാൻസ് ഉണ്ടാ കാക്കൂന്റെ ഡാൻസ് ഉണ്ട് വാവേ അയ്യോ 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 സനുമാമനെടുത്ത അപ്പന്നാണ് സനുമാമ എടുത്താ പറ്റിയിട്ടില്ല അവനിക്ക്. അങ്ങനെ പിന്നെ ഉച്ചറസ്റ്റിനും വേണ്ടി നമ്മൾ വീട്ടിലെത്തി. വീട്ടില് പനി പിടിച്ച കുട്ടിക്ക് കഞ്ഞി കോരിക്കെടുക്കുന്ന ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. അപ്പൊ അപ്പുറത്തും ഇപ്പുറത്തും പല അഭിപ്രായങ്ങളും ഉണ്ട് കേട്ടോ, അതൊന്നും മൈൻഡ് ആക്കണ്ട. അപ്പൊ സൂറമ്മ ഉണ്ടായിരുന്നേ അന്ന്, ഇന്നല്ല അന്ന് സൂറമ്മ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ സൂറമ്മ ഇങ്ങനെ കുട്ടീനെയൊക്കെ കൽപ്പിച്ച് ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് ആൾക്കെല്ലാം ഇഷ്ടമാണ് ഫോട്ടോ എടുക്കുന്നത് വീഡിയോ എടുക്കുന്നതൊക്കെ കേട്ടാ. പിന്നെ നമ്മളെ മാലിക്കുമോനാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നടത്തം തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ, ആ ഒരു സമയമായിരുന്നത്. അപ്പോൾ അവരിങ്ങനെ നടത്തായിരുന്നു, വായോ വായോ എന്ന് പറഞ്ഞിട്ട് മാമന്മാരൊക്കെ അപ്പുറത്തും ഇപ്പുറത്തും നിന്നിട്ട് അവനെ ആക്കുന്നൊക്കെ തിരക്കിലായിരുന്നു. പെബൂസ് ആണെന്നുണ്ടെങ്കിൽ നല്ലോണം കുഴഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, അവനക്ക് ഇനിയും ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ റെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രാത്രിയായിരുന്നു ബാക്കി പരിപാടികളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ ആ പരിപാടി കാണാൻ വേണ്ടി വന്നിരുന്നു. അപ്പോഴേക്കും ഫുള്ള് ആയിട്ടുണ്ടായിരുന്ന ആൾക്കാരൊക്കെ, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കുഞ്ഞു മക്കളെ പരിപാടി കാണാൻ. അപ്പോൾ ഈ ഒരു കോസ്റ്റ്യൂമും ഡ്രസ്സൊക്കെ നല്ല രസമല്ലേ കാണാൻ. ടോട്ടലി എല്ലാതും നല്ല രസമാണ് കാണാൻ. അപ്പം ഞാൻ എന്ത് ചെയ്ത്, പെബുട്ടിക്ക് വയ്യാത്തതല്ലേ, അപ്പോൾ വേഗം ഇവിടെ വന്ന് നോക്കി എന്താണോ എൻ്റെ അവസ്ഥ എങ്ങനെയാന്നൊക്കെ വന്ന് നോക്കി. അപ്പോൾ ഓന് മാറ്റി സുന്ദരകുട്ടപ്പനായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ രാത്രിക്കത്തിൽ അധികം മേക്കപ്പും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ജുബ്ബ പാൻറ് തലയിൽ തൊപ്പി, അത് മാത്രമേ ഉള്ളൂ. പിന്നെ വേറെയും ഒരുപാട് കുട്ടികൾ അവരെ പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവരത് ഒരുപാട് ഗ്യാങ് ഉണ്ടായിരുന്നു, ആൺകുട്ടികളും പെൺകുട്ടികളുമായിട്ട്. എന്തോ വലിയ കലാപരിപാടിയാണ് ഇതാണ് തോന്നുന്നത്. പിന്നെ നമ്മൾ എല്ലായിടത്തും ഒന്ന് പോയി എല്ലാവരും ഒന്ന് നോക്കി പേപ്പൂസ് എന്താ ചെയ്യുന്നതെന്നൊക്കെ നോക്കി, കാരണം ഒട്ടും വയ്യായിരുന്ന ആൾക്ക്. അങ്ങനെ പിന്നെ ഞാൻ സ്റ്റേജിന്മേൽ എന്താ പരിപാടി നോക്കി. നമ്മൾ അധികം പരിപാടീസ് ഒന്നും കാണാൻ നിൽക്കണില്ല, രാത്രിക്കത്തത് മുഴുവൻ കാണാൻ നിൽക്കണില്ല. പെബൂസിൻ്റെത് പെട്ടെന്ന് കഴിക്കാൻ പറഞ്ഞതാണ് നമ്മൾ, അവൻ്റെത് പെട്ടെന്ന് കഴിച്ചാലേ നമുക്ക് അവനേറ്റ് പോവാൻ പറ്റുള്ളൂ. അപ്പോൾ അവൻ്റെത് കഴിഞ്ഞ പാടെ അവനെയും കൊണ്ട് പോവും വേണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മൾ വേഗം വന്നിട്ടുള്ളത്. അപ്പോൾ അവരിത് അറബി അക്ഷരങ്ങളാണ് കയ്യിൽ പിടിച്ചിട്ടുള്ളത്. അറബി അക്ഷരങ്ങൾ കയ്യിൽ പിടിച്ചിട്ട് അതിനെ പറ്റിയിട്ടുള്ള ഒരു ഡാൻസ് കൂടിയാണ് അവർ അവതരിപ്പിക്കുന്നത്. അതാണ് ഇത്രയും വലിയൊരു ഗ്യാങ് കേട്ടോ. സംഭവം ഇതാണ്, അവരെ ഡാൻസ് എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു. അക്ഷരങ്ങൾ വെച്ചിട്ട് ആ അക്ഷരങ്ങളെ പറ്റിയിട്ടുള്ള ഒരു പാട്ടും കൂടിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക ആട്ടി 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 നിൽക്കുന്നതായിരുന്നു. അതിൽ പെബൂസ് ഉണ്ട് കേട്ടോ, താഴ്ത്തിയിരിക്കുന്നത് പെബൂസ് ഉണ്ട് താഴ്ത്തിയിരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ പാടെ നമ്മൾ അവനെ മാറ്റി ഇതാക്കി തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ഒരു പരിപാടി ദിവസം എന്ന് പറഞ്ഞാൽ. പിന്നെ പെബൂസ് ആയത് പിന്നെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതോ അല്ലതും. അതിനുശേഷം മുതൽ അവൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ഡിലീറ്റ് ചെയ്യാൻ തോന്നാഞ്ഞതും.